പെട്രോൾ വില കുറയുകയാണ്. അതെ, ലോകം ഇതുവരെ കാണാത്തൊരു സാമ്പത്തിക ഭൂകമ്പത്തിനാണ് സാക്ഷ്യം വഹിക്കാൻ പോകുന്നത്. നമ്മൾ ഇന്ന് വരെ കേട്ട എണ്ണ രാഷ്ട്രീയമല്ല ഇനി വരാനിരിക്കുന്നത്. പണ്ട് അറബ് രാജ്യങ്ങളുടെ കയ്യിലായിരുന്നു ലോകത്തിന്റെ താക്കോലെങ്കിൽ ഇന്ന് ആ താക്കോൽ ഇന്ത്യയുടെ കയ്യിലേക്ക് വരികയാണ്. അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഇന്ത്യയുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് നൽകിയ ആ ഒരു രഹസ്യ സന്ദേശം, അതാണ് ഇന്ന് ലോകത്തെ ചർച്ചാ വിഷയം, നമ്മുടെ വിഷയം. റഷ്യയെയും ഇറാനെയും കൈവിടുക, വെനസ്വേലയെ ഇന്ത്യയുടെ താവളമാക്കുക. ഈ ഒരൊറ്റ നീക്കത്തിലൂടെ വ്ലാഡിമിർ പുടിന്റെ യുദ്ധ ഫണ്ടിംഗ് തടയാനും ഇറാനെ സാമ്പത്തികമായി ശ്വാസം മുട്ടിക്കാനും അമേരിക്ക ഇന്ത്യയെ കൂട്ടുപിടിക്കാൻ ശ്രമിക്കുകയാണ്. ഇതിന് പകരമായി ഇന്ത്യക്ക് കിട്ടാൻ പോകുന്നത് എന്താണെന്നോ? ലോകത്തിലെ ഏറ്റവും വലിയ എണ്ണ നിക്ഷേപമുള്ള വെനസ്വേലയുടെ നിയന്ത്രണം. ഇതിനായി കരീബിയൻ കടലിലെ ഒരു കൊച്ചു ദ്വീപിൽ ഇന്ത്യ പണിയുന്ന വമ്പൻ തന്ത്രം എന്താണ്? റഷ്യൻ സൗഹൃദവും അമേരിക്കൻ താല്പര്യവും തമ്മിലുള്ള ഈ നൂൽപാലത്തിലൂടെ മോദി എങ്ങനെ സഞ്ചരിക്കും? ഇന്ത്യയുടെ ഈ വമ്പൻ മാസ്റ്റർ സ്ട്രോക്ക് നമുക്ക് വിശദമായി തന്നെ പരിശോധിക്കാം. ഇത് ഇന്ത്യയുടെ ഊർജ്ജ വിപ്ലവമാണ്. നമുക്കറിയാം, ഇന്ത്യ ലോകത്തിലെ മൂന്നാമത്തെ വലിയ എണ്ണ ഉപഭോക്താവാണ്. നമ്മുടെ ആവശ്യത്തിന്റെ 85% നമ്മൾ ഇറക്കുമതി ചെയ്യുകയാണ്. അതുകൊണ്ട് തന്നെ എണ്ണയുടെ വിലയിൽ ഉണ്ടാകുന്ന ഒരു ചെറിയ മാറ്റം പോലും നമ്മുടെ അടുക്കളയെ ബാധിക്കും. ഉക്രൈൻ യുദ്ധം തുടങ്ങിയപ്പോൾ ലോകം മുഴുവൻ റഷ്യയെ ഉപരോധിച്ചു. എന്നാൽ ഇന്ത്യ വിട്ടുകൊടുത്തില്ല. ഇന്ത്യയുടെ സ്വന്തം വിശ്വസ്ത പങ്കാളിയാണ് റഷ്യ. നമ്മൾ റഷ്യയിൽ നിന്നും കുറഞ്ഞ വിലയ്ക്ക് എണ്ണ വാങ്ങി. അമേരിക്ക അന്ന് കണ്ണുരുട്ടിയെങ്കിലും ഇന്ത്യ സ്വന്തം താല്പര്യത്തിനാണ് മുൻഗണന നൽകിയത്. എന്നാൽ ഇപ്പോൾ കാലം മാറി. അമേരിക്കയിൽ ട്രംപ് അധികാരത്തിൽ തിരിച്ചെത്തിയിരിക്കുകയാണ്. ട്രംപിന്റെ ലക്ഷ്യം വ്യക്തമാണ്. റഷ്യയെ തകർക്കണം, അമേരിക്ക ഫസ്റ്റ് എന്ന നയം ഉയർത്തണം, ഇറാനെ ഒതുക്കണം. ഇതിന് ഇന്ത്യയുടെ സഹായം വേണം. പക്ഷേ ഇന്ത്യ ആ കളിക്ക് കൂട്ടുനിൽക്കില്ല. വെനസ്വേലയിൽ നിക്കോളസ് മഡുറോയുടെ ഭരണം അവസാനിക്കുകയും പുതിയ രാഷ്ട്രീയ സാഹചര്യം വരികയും ചെയ്തതോടെ അമേരിക്ക അവിടെയുള്ള ഉപരോധങ്ങൾ നീക്കി തുടങ്ങുകയാണ്. ലോകത്തെ ഏറ്റവും കൂടുതൽ ക്രൂഡ് ഓയിൽ നിക്ഷേപമുള്ളത് വെനസ്വേലയിലാണ്. ഏകദേശം 300 ബില്യൺ ബാരലിലധികം. ഇത്രയും വലിയൊരു നിധിശേഖരം കൈപ്പിടിയിൽ ഒതുക്കാൻ ഇന്ത്യയേക്കാൾ മികച്ചൊരു പങ്കാളി അമേരിക്കയ്ക്ക് മുന്നിലില്ല. ഇന്ത്യ വെനസ്വേലയിൽ നിന്നും എണ്ണ വാങ്ങിയാൽ അത് റഷ്യയ്ക്കും ഇറാന്റെ സാമ്പത്തിക ഭദ്രതയ്ക്കും വലിയ തിരിച്ചടിയാകും. ഇത് വെറുമൊരു കച്ചവടമല്ല, കൃത്യമായ രാഷ്ട്രീയ നീക്കമാണ്. അമേരിക്കൻ നിർദ്ദേശം വന്ന ഉടനെ തന്നെ ഇന്ത്യ പ്രവർത്തിച്ചു തുടങ്ങി. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും വെനസ്വേലൻ ആക്ടിംഗ് പ്രസിഡന്റ് ഡെൽസി റോഡ്രിഗസും തമ്മിൽ നടത്തിയ ചർച്ചകൾ അന്താരാഷ്ട്ര മാധ്യമങ്ങളിൽ വലിയ വാർത്തയായി. $5.2 ബില്യൺ എണ്ണ ഇടപാടാണ് അണിയറയിൽ ഒരുങ്ങുന്നത്. എന്തുകൊണ്ടാണ് ഇന്ത്യ വെനസ്വേലയിൽ താല്പര്യം കാണിക്കുന്നത്? ഒന്നാമത്, വിലക്കുറവാണ്. റഷ്യ നൽകിയതിനേക്കാൾ വലിയ ഡിസ്കൗണ്ടിൽ എണ്ണ നൽകാൻ വെനസ്വേല തയ്യാറാണ്. 2, ഗുണനിലവാരം. വെനസ്വേലയിലെ എണ്ണ ഹെവി ക്രൂഡാണ്. ഇത് ശുദ്ധീകരിക്കാനുള്ള അത്യാധുനിക സംവിധാനങ്ങൾ റിലയൻസിനും ഇന്ത്യൻ ഓയിലിനും ഇന്ത്യയിലുണ്ട്. അടുത്തത്, ഊർജ്ജ സുരക്ഷയാണ്. ഒരു രാജ്യത്തെ മാത്രം ആശ്രയിക്കുന്നത് അപകടമാണെന്ന് ഇന്ത്യക്ക് അറിയാം. ഇന്ത്യ ഇപ്പോൾ അത്തരത്തിലുള്ള ഒരു പോളിസിയാണ് സ്വീകരിച്ചു വരുന്നത്. റഷ്യയിൽ നിന്നും പിന്മാറി വെനസ്വേലയിലേക്ക് മാറുന്നത് ഇന്ത്യയുടെ ബാക്കപ്പ് പ്ലാൻ ആണ്. മുമ്പ് ഉപരോധം കാരണം വെനസ്വേലയിൽ നിന്നും എണ്ണ വാങ്ങുന്നത് ഇന്ത്യ നിർത്തിയിരുന്നു. എന്നാൽ ഇപ്പോൾ അമേരിക്ക തന്നെ പച്ചക്കൊടി കാണിക്കുമ്പോൾ ഇന്ത്യക്ക് പേടിക്കാനൊന്നുമില്ല. മാത്രവുമല്ല, ഇതിന് പിന്നിലും ഇന്ത്യയുടെ പ്രത്യേക നയതന്ത്രമുണ്ട്. ഇവിടെയാണ് ഏറ്റവും ആവേശകരമായ ഭാഗം. വെനസ്വേലയ്ക്ക് തൊട്ടടുത്തുള്ള ഒരു കരീബിയൻ രാജ്യമാണ് ട്രിനിഡാഡ് ആൻഡ് ടുബാഗോ. അവിടെയുള്ള ഗ്വാരക്കാര എന്ന എണ്ണ ശുദ്ധീകരണശാലയെ കുറിച്ച് നിങ്ങൾ കേട്ടിട്ടുണ്ടോ? കഴിഞ്ഞ 7 വർഷമായി ഈ ശാല അടച്ചിട്ടിരിക്കുകയാണ്. കടക്കെണിയിലായ ഈ റിഫൈനറി ഏറ്റെടുക്കാൻ പോകുന്നത് നമ്മുടെ ഇന്ത്യൻ ഓയിൽ കോർപ്പറേഷൻ ആണ്. എന്താണ് ഇതിന്റെ പ്രാധാന്യം? പ്രതിദിനം 1.65 ലക്ഷം ബാരൽ എണ്ണ ശുദ്ധീകരിക്കാൻ ശേഷിയുള്ളതാണ് ഗ്വാരക്കാര. വെനസ്വേലയിൽ നിന്ന് എണ്ണ കപ്പലുകളിൽ ട്രിനിഡാഡിൽ എത്തിക്കുക, അവിടെ വെച്ച് ഇന്ത്യൻ കമ്പനികൾ അത് ശുദ്ധീകരിക്കുക, എന്നിട്ട് ലോക വിപണിയിലേക്ക് എത്തിക്കുക. ഇതാണ് മാസ്റ്റർ പ്ലാൻ. ട്രിനിഡാഡ് ഊർജ്ജ മന്ത്രി റൂസൽ മുന്നിലാൽ തന്നെ ഇക്കാര്യത്തിൽ ഇന്ത്യയുമായി ചർച്ചകൾ നടക്കുകയാണെന്ന് വെളിപ്പെടുത്തി കഴിഞ്ഞു. ഈ കരാർ യാഥാർത്ഥ്യമായാൽ കരീബിയൻ മേഖലയിൽ ഇന്ത്യക്ക് ഒരു സ്വന്തം ഓയിൽ ഹബ് ഉണ്ടാകും. റഷ്യയിൽ നിന്ന് എണ്ണ കൊണ്ടുവരുന്നതിനേക്കാൾ എളുപ്പത്തിൽ ഇവിടെ നിന്ന് ഇന്ത്യയിലേക്ക് എണ്ണ എത്തിക്കാൻ സാധിക്കും. വെനസ്വേലയിൽ നേരിട്ട് നിക്ഷേപം നടത്തുന്നതിനേക്കാൾ സുരക്ഷിതമാണ് ട്രിനിഡാഡ് പോലെയുള്ള ഒരു രാജ്യത്ത് റിഫൈനറി നടത്തുന്നത്. ഇന്ത്യയുടെ ഈ നീക്കം റഷ്യയെയും ഇറാനെയും എങ്ങനെ ബാധിക്കും? നിലവിൽ ഇന്ത്യയുടെ ഏറ്റവും വലിയ എണ്ണദാതാവ് റഷ്യയാണ്. എന്നാൽ റഷ്യൻ എണ്ണയുടെ വില ഇപ്പോൾ കൂടുകയാണ്. കൂടാതെ പണമിടപാടുകൾ നടത്താൻ ബാങ്കുകൾക്ക് മടിയുണ്ട്. ഇറാന്റെ കാര്യമെടുത്താൽ അമേരിക്കൻ ഉപരോധം കടുത്തതോടെ ഇറാനിൽ നിന്ന് എണ്ണ വാങ്ങുന്നത് ഇന്ത്യക്ക് വലിയ തലവേദനയാണ്. ട്രംപ് ഭരണകൂടം ഇന്ത്യയോട് ആവശ്യപ്പെട്ടിരിക്കുന്നത് വളരെ വ്യക്തമായ ഒരു കാര്യമാണ്. നിങ്ങൾക്ക് ഞങ്ങൾ എല്ലാ വ്യാപാര സൗകര്യങ്ങളും നൽകാം, പകരം റഷ്യയെയും ഇറാനെയും സാമ്പത്തികമായി സഹായിക്കുന്നത് നിർത്തണം. ഇന്ത്യയുടെ കാല് പിടിച്ചാണ് പറയുന്നത്. ഓർക്കണം, ഇന്ത്യയുടെ ഇന്നത്തെ ശക്തി. ഇന്ത്യ ഇപ്പോൾ ഈ ഒരു മാറ്റത്തിന് തയ്യാറെടുക്കുകയാണ്. സൗദി അറേബ്യ, ഇറാഖ്, UAE എന്നീ രാജ്യങ്ങളിൽ നിന്നുള്ള ഇറക്കുമതി ഇന്ത്യ ഇതിനോടകം വർദ്ധിപ്പിച്ചു കഴിഞ്ഞു. ഇനി വെനസ്വേല കൂടി വരുന്നതോടെ റഷ്യയുടെ സ്ഥാനം ഇന്ത്യയിൽ ഇല്ലാതാകുമെന്നാണ് പലരും പറയുന്നത്. പക്ഷെ അങ്ങനെയല്ല.
എന്തായാലും പുടിനെ കൈവിട്ടുകൊണ്ട് മോദി ഒരു നീക്കവും നടത്തില്ല. ഇന്ത്യയെ പോലെ ഒരു വലിയ വിപണി നഷ്ടപ്പെടുന്നത് റഷ്യയുടെ സമ്പദ് വ്യവസ്ഥയെ തകർക്കുമെന്നും ഇന്ത്യക്ക് അറിയാം. ഇറാന്റെ അവസ്ഥയും സമാനമാണ്. ഇന്ത്യയെ ഉപയോഗിച്ച് ശത്രുക്കളെ തകർക്കുക എന്ന അമേരിക്കയുടെ ചെസ് കളിയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കരുവായി ഇന്ത്യ മാറുകയാണ്. പക്ഷേ മോദി വെറുതെ ഇരിക്കില്ല. ട്രംപ് വെറുതെ ഇന്ത്യയെ മാത്രമല്ല ഈ പദ്ധതിയിലേക്ക് ക്ഷണിച്ചത്, ചൈനയും അദ്ദേഹം ഇതിലേക്ക് സ്വാഗതം ചെയ്തിട്ടുണ്ട്. ഏഷ്യൻ വിപണിയിലെ പൂർണ്ണമായും വെനസ്വേലൻ എണ്ണയിലേക്ക് മാറ്റാനാണ് അമേരിക്ക ശ്രമിക്കുന്നത്. ഇതിലൂടെ ചൈനയുടെയും ഇന്ത്യയുടെയും ഊർജ്ജ ആവശ്യങ്ങൾ വെനസ്വേല വഴി നടക്കുമെന്നാണ് പറയപ്പെടുന്നത്. ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഇതൊരു വൻ വിജയമാണ്. ചൈനയുമായി മത്സരമുണ്ടെങ്കിലും എണ്ണയുടെ കാര്യത്തിൽ ഒരു പുതിയ സ്രോതസ് കണ്ടെത്തുന്നത് രണ്ട് രാജ്യങ്ങൾക്കും ഗുണകരമാണ്. പക്ഷെ റഷ്യ എന്തായാലും ഇന്ത്യ കൈവിടില്ല. പശ്ചിമേഷ്യയിലെ യുദ്ധസമാനമായ സാഹചര്യങ്ങളിൽ നിന്നും രക്ഷപ്പെട്ട് ലാറ്റിൻ അമേരിക്കയിലെ ശാന്തമായ വിപണിയിലേക്ക് മാറുന്നത് ഇന്ത്യയുടെ സാമ്പത്തിക വളർച്ചയ്ക്ക് വേഗത കൂട്ടും. എങ്കിലും റഷ്യയെ പിണക്കാതെ തന്നെ ഇന്ത്യ മുന്നോട്ട് പോകും. ഇന്ത്യയുടെ റിലയൻസ് ഗ്രൂപ്പിന് ഇതിനോടകം തന്നെ വെനസ്വേലയിൽ വലിയ നിക്ഷേപങ്ങളുണ്ട്. ഗവൺമെന്റ് തലത്തിൽ കൂടി ഈ കരാറുകൾ വരുന്നതോടെ റിലയൻസ്, BPCL, IOC എന്നീ കമ്പനികളുടെ ലാഭം ഇരട്ടിയാകും. ഇത് ഇന്ത്യൻ ഓഹരി വിപണിയിലും വൻ കുതിച്ചുചാട്ടം ഉണ്ടാക്കും. എന്തായാലും എല്ലാം അത്ര എളുപ്പമാണോ ചോദിച്ചാൽ അല്ല. റഷ്യയുമായി പതിറ്റാണ്ടുകളായി സൗഹൃദ ബന്ധമുള്ള ഇന്ത്യക്ക് പെട്ടെന്ന് റഷ്യ ഉപേക്ഷിക്കാൻ സാധിക്കില്ല. പ്രതിരോധ മേഖലയിൽ ഇപ്പോഴും നമ്മൾ റഷ്യയെ ആശ്രയിക്കുന്നുണ്ട്. റഷ്യയുമായി നമുക്ക് ഒരുപാട് പങ്കാളിത്തമുണ്ട്. എന്നാൽ മോദി സർക്കാർ കാണിക്കുന്നത് റിസ്ക് എടുക്കാനുള്ള മനോഭാവം കൂടിയാണ്. അമേരിക്കയുമായുള്ള വ്യാപാര കരാർ അന്തിമഘട്ടത്തിലുമാണ്. കോടിക്കണക്കിന് ഡോളറിന്റെ കയറ്റുമതിയും IT മേഖലയിലെ സഹകരണവും നമുക്ക് ആവശ്യമാണ്. റഷ്യൻ എണ്ണയേക്കാൾ വലുതാണ് അമേരിക്കയുമായുള്ള ബന്ധമെന്ന് ഇന്ത്യ ഇവിടെ ഒരിക്കലും സമ്മതിക്കുന്നില്ല. അതുകൊണ്ട് തന്നെ വളരെ തന്ത്രപരമായി റഷ്യയെ പിണക്കാതെ തന്നെ വെനസ്വേലയിലേക്ക് ചുവട് മാറ്റാനും അതുപോലെ തന്നെ റഷ്യയെ ഒരുമിച്ച് കൊണ്ടുപോകാനുമാണ് ഇന്ത്യ ശ്രമിക്കുന്നത്. ഇന്ത്യയുടെ ഈ ഡിപ്ലോമസി ലോക രാജ്യങ്ങളെ അത്ഭുതപ്പെടുത്തുകയാണ്. സുഹൃത്തുക്കളെ, നമ്മൾ കണ്ടു കഴിഞ്ഞത് ഇന്ത്യയുടെ ഒരു വമ്പൻ നീക്കമാണ്. ലോകത്തിലെ എണ്ണ ഭൂപടം മാറുകയാണ്. പണ്ട് അമേരിക്ക പറയുന്നത് ഇന്ത്യ കേൾക്കുമായിരുന്നു. എന്നാൽ ഇന്ന് അമേരിക്ക ഇന്ത്യയോട് ആവശ്യപ്പെടുകയാണ് അവരെ ഒന്ന് സഹായിക്കൂ എന്ന്. റഷ്യയെയും ഇറാനെയും മാറ്റാൻ ഇന്ത്യ വിചാരിക്കണമെന്ന് അമേരിക്ക പറയുമ്പോൾ അത് ഇന്ത്യയോട് വളർന്നു വരുന്ന ആഗോള സ്വാധീനത്തെയാണ് കാണിക്കുന്നത്. വെനസ്വേലൻ എണ്ണ ഇന്ത്യയിൽ എത്തുന്നതോടെ ഇന്ധനവില കുറയും. തീർച്ചയായും റഷ്യയുമായുള്ള ബന്ധം എന്ത് തന്നെയായാലും അങ്ങനെ തന്നെ മുന്നോട്ടും പോകും. ട്രിനിഡാഡിലെ റിഫൈനറി ഇന്ത്യയുടെ ഭാഗമാകും. വരും മാസങ്ങൾ ഇതിന് ഉത്തരം നൽകും. പക്ഷെ ഒന്നുറപ്പാണ്, ഇന്ത്യ ഇപ്പോൾ കളിക്കുന്നത് ചെറിയ കളികളല്ല, ലോകം ഭരിക്കാനുള്ള വലിയ വലിയ തന്ത്രങ്ങളാണ്. അപ്പോൾ ഈ വീഡിയോയെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമന്റ് ചെയ്യൂ. ഇന്ത്യയുടെ ഈ നീക്കം എന്ത് തന്നെയായാലും നമുക്ക് അഭിമാനമായിട്ടുള്ളൊരു അത്ഭുതമായിട്ടൊരു കാര്യമാണ്. എന്തായാലും നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമന്റ് ചെയ്യൂ. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അടുത്ത ഒരു ഇൻഫോർമേറ്റീവ് വീഡിയോയുമായി വീണ്ടും എത്തും വരെ നന്ദി.